അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. ഇവിടെ വന്നിട്ടുള്ളൊരു ചോദ്യം, ഈസാ അലൈഹിസ്സലാമയുടെ വരവ് അന്ത്യനാളിന്റെ അവസാനത്തെ അടയാളമായി എണ്ണാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിന്റെ അടയാളങ്ങളും അതെപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതും ഖുർആനും ഹദീസും മുഖേന മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവ അദൃശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം, മസീഹുദ് ദജ്ജാലിന്റെ വരവിന് ശേഷമാണ് ഈസാ അലൈഹിസ്സലാമയുടെ വരവ്. ഈസാ അലൈഹിസ്സലാമയുടെ വരവിന് ശേഷമാണ് യജൂജ് മഅജൂജിന്റെ വരവ് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈസാ അലൈഹിസ്സലാമയുടെ വരവ് അവസാനത്തെ അടയാളമായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. മാത്രമല്ല, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 10 അടയാളങ്ങൾ സംഭവിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ആ 10 അടയാളങ്ങളിൽ മസീഹുദ് ദജ്ജാലിന്റെ വരവും ഈസാ അലൈഹിസ്സലാമയുടെ വരവും യജൂജ് മഅജൂജിന്റെ വരവും എല്ലാം പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ആഖിറു ദാലിക, അതിലേറ്റവും അവസാനത്തേത്, നാറുൻ തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീയാണ്, തത്റുദുൻ നാസ ഇലാ മഹ്ശരിഹിം, ജനങ്ങൾ അവരുടെ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ഒരു തീ. അതാണ് ഏറ്റവും അവസാനത്തെ അടയാളം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈസാ അലൈഹിസ്സലാമയുടെ വരവ് അവസാനത്തെ അടയാളമായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വല്ലാഹു തആല അഅല വഅലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.